ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളരിക്കയും മാങ്ങയും ചേർത്തൊരു ഒഴിച്ചുകറിയാണ്. അതിനായിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി കഷ്ണം എടുക്കാം. അതുപോലെ തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കണുള്ളൂ. അത് നല്ല പോലെ ഒന്ന് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, വെള്ളരിക്കയും മാങ്ങയും, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്ത മാങ്ങയ്ക്ക് നല്ല പോലെ പുളി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും ഒരല്പം ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് തീരെ കട്ടി കുറച്ച് അരിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പ് പാകത്തിനായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന മാങ്ങയുടെ പുളി ഒത്തിരി കൂടിയാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പോൾ അത് നോക്കിയിട്ട് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിപ്പ് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകും അതുപോലെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മാങ്ങ കറി തയ്യാറാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.